എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. കഴിഞ്ഞ ആഴ്ചയിലും ഞാനും സൗഖ്യമില്ലാതെ വളരെയേറെ ഭാരപ്പെട്ടുവെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇത്രത്തോളം സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം, എങ്കിലും തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ആദ്യമായി ഞാൻ ദൈവനാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. ഇന്ന് കടന്നു വന്നവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ബൈബിൾ ക്ലാസ്സായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവഭക്തന്മാർക്കെതിരെയൊക്കെ പ്രതികൂലങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ പ്രതികൂലം തരരുതേ എന്നല്ല, പിന്നെന്താണ്, പ്രതികൂലത്തിൽ അവർ തളരാതെ പതരാതെ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ദൈവകൃപ ദൈവമക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം ദൈവം എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം പരീക്ഷകളിൽ കൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ളതാണ്. ആ ദൈവവചനത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവവചനത്തിൽ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ. അത് നമ്മുടെ അറിവില്ലായ്മകളും ദൈവവചനം ശരിക്കും പഠിക്കാത്തതിൻ്റെയും പ്രശ്നമാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, ദൈവം ദോഷങ്ങളാൽ എന്തോ ചെയ്യത്തില്ല, പരീക്ഷിക്കത്തില്ല. പക്ഷെ എനിക്കൊരു ഉന്നമനം വേണമെങ്കിൽ ദൈവം ഒരു പക്ഷെ എന്നെ ഒരു പരീക്ഷയിൽ കൂടെ കടത്തിവിടും. അത് ദൈവത്തിൻ്റെ മനസ്സിൽ എനിക്കത് ദോഷത്തിനായിട്ടല്ല. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് തോറ്റുപോയാൽ അതെനിക്കെന്താ, ദോഷമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 100 കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിലുണ്ടെന്ന് വെക്കുക. അതിൽ 30 പേര് 2ാം ക്ലാസ്സിലാണെന്ന് വെക്കുക. അല്ലെ പോട്ടെ, 20 പേര് 2ാം ക്ലാസ്സിലാണ്. ഈ 20 പേർക്കും 2ാം ക്ലാസ്സിൽ ഒരു ഫൈനൽ എക്സാം ഉണ്ട്. അതവരുടെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? നന്മയ്ക്കാണ്. പക്ഷെ 20 പേര് എഴുതിയിൽ 18 പേരെ ജയിച്ചുള്ളൂ. ബാക്കി 2 പേര് ഇപ്പം ഇരുന്ന് കരയുക, അയ്യോ ആ സാർ ഈ എക്സാം ഇട്ടത് എൻ്റെ തിന്മയ്ക്കാണ് എന്ന് പറയുന്നത് തൊട്ടാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും. ദൈവം ചെയ്യുന്നത് നന്മയ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, പരീക്ഷയിൽ ഞങ്ങളെ എന്ത് ചെയ്യരുത്, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുത്, തിന്മയിൽ എന്ത് ചെയ്യണം. ഇത് തന്ത്രമാണ്, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്, ഇതിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അതിനെ ജയമെടുത്താൽ അത് ഈസിയായിട്ട് പോകും. പണ്ട് ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ സാജു വി ജോൺ മാത്യു അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടു ഒരു മെസ്സേജിൽ. ഛത്തീസ്ഗഡിൽ എവിടെയോ ഇങ്ങനെ പ്രതികൂലം വന്നിരുന്ന സമയത്ത്, അവിടെ ക്രിസ്ത്യാനികളൊക്കെ ആക്രമിച്ച സമയത്ത് ഛത്തീസ്ഗഡിലുള്ള 2 വിശ്വാസികൾ, ഒരു ചെറുപ്പക്കാരനായ ഒരു പുള്ളി ഒരു അച്ചായൻ്റെ അടുക്ക് കൊണ്ട് പറഞ്ഞു, അച്ഛാ ഭയങ്കര പ്രതികൂലം അച്ഛാ, അവർ ക്രിസ്ത്യാനികളെയൊക്കെ അടിക്കുന്ന അച്ഛാ, ഇടിക്കുന്നു. ഇവരും ഛത്തീസ്ഗഡിലാണ് താമസിക്കുന്നത്. ഇനി അറിയത്തില്ല അച്ഛാ, ഓരോ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്, ക്രിസ്ത്യാനികളെ ഒക്കെ അവർ ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത് അച്ഛാ, ഇനി എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല അച്ഛാ എന്നിങ്ങനെ ഈ അച്ചായനോട് പറഞ്ഞു. അപ്പോൾ അച്ചായൻ ആ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയോട് പറഞ്ഞടാ, നീ പേടിക്കണ്ടടാ. അതെന്താ അച്ഛാ എന്നോട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം നീ ക്രിസ്ത്യാനിയാന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലടാ. അതുകൊണ്ട് നീ എന്ത് വേണ്ട, പേടിക്കണ്ട. അപ്പൊ ക്രിസ്ത്യാനിയാണോ? നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവഭക്തരാണോ അല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്. ഞാൻ ഈയിടെ കേട്ട രസകരമായ ഒരു കാര്യം, ഒരു ദേവദാസൻ, ഷമീർ കൊല്ലം എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം വേറെ ആരോ പറഞ്ഞ ഒരു കാര്യത്തിന് ഫേസ്ബുക്കിൽ ഇങ്ങനെ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. ആരോ ഒരു ചാനലിൻ്റെ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൊച്ചിലെയൊക്കെ ക്രിസ്ത്യാനികൾ വന്നിട്ട് ഉപ്പുമാവൊക്കെ കൊടുത്തിട്ടാണ് ഈ അംഗനവാടികളിലും സ്കൂളിലും ഒക്കെ ഉപ്പുമാവ് കൊടുത്ത് അങ്ങനെ ആഹാരം കൊടുത്തിട്ടാണ് ഇവരെ ഇത് ക്രിസ്ത്യാനികളാക്കിയെന്ന്. അപ്പോൾ അദ്ദേഹം കമൻ്റ് പറഞ്ഞൊരു കാര്യം, അങ്ങനെ ആക്കിയെങ്കിൽ ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ്,
അവർക്ക് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എല്ലാം കൊടുത്തു നോക്ക്. അവർ തിരിച്ചു വരുവാണെങ്കിൽ അങ്ങ് വരട്ടെന്നോ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിശ്വാസം തകർന്നു പോകാനും ക്ഷീണിച്ചു പോകാനും ഉള്ളതല്ല. നമ്മുടെ പ്രതികൂലങ്ങളിൽ ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത അധ്യായങ്ങളിൽ നമുക്കത് വളരെ വിശദമായിട്ട് പഠിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, FCRIൻ്റെ കാര്യമൊക്കെ. വേണ്ടെങ്കിൽ പോട്ടാൻറ്റി, പൂട്ടുകയാണെങ്കിൽ പൂട്ടട്ടെ. ഞാൻ എപ്പോഴും എനിക്ക് ഒരുപാട് ദൈവദാസന്മാരൊക്കെ പേഴ്സണലി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവരോടൊക്കെ പറയാറുള്ളൊരു കാര്യം, ഞങ്ങളുടെ കാര്യം പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പല ദൈവദാസന്മാരും തങ്ങളുടെ സഭയിലുള്ള NRIs, അതായത് വിദേശത്ത് താമസിക്കുന്നവർ വേണ്ടതുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പരാതി പറയുന്നവരാണ്. എന്നോട് അങ്ങനെ ദൈവദാസന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ടിമി ബ്രദറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കറക്റ്റായിട്ട് അറിയാം. നിങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും. നമ്മളിപ്പം സൗത്ത് ആഫ്രിക്കയിലാണ്. ഞങ്ങളിപ്പോൾ ഉടനെ വേറെ രാജ്യത്തേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നതിന് നന്ദി. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്തോ വേണം? താമസിക്കാൻ ഒരു വീട് വേണം. അപ്പോൾ ഈ വീട് മാത്രമായിട്ട് അങ്ങോട്ട് കിട്ടിയ അതിൻ്റെ അകത്തുള്ള സാധനം അത് നമ്മൾ മേടിക്കണം. അവിടെ എന്തോ വേണം? നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ല. അപ്പോൾ നമുക്ക് എന്തോ വേണം? ഒരു ഫ്രിഡ്ജ് വേണം. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല കുക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അന്നേരം നമുക്ക് എന്തോ വേണം? ഒരു മൈക്രോവേവ് വേണം. നമ്മുടെ നാട്ടിലെ കൂട്ട് പറമ്പില്ല, അലക്കുകല്ലില്ല, കിണറില്ല. അപ്പം നമുക്ക് എന്തോ വേണം? ഒരു വാഷിംഗ് മെഷീൻ വേണം. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിടക്കാനുള്ള മെത്ത, കട്ടില്, പിന്നെ യാത്ര ചെയ്യാൻ ഒരു വാഹനം. പലയിടത്തും നമ്മുടെ നാട്ടിലെ കൂട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടില്ല. 6 മണിക്ക് 7 മണിക്ക് ശേഷം പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ പറയുന്ന ഞങ്ങളുടെ രാജ്യത്ത് പോലും ഇല്ല. അപ്പം നമുക്ക് എന്ത് വേണം? വാഹനം വേണം. ഇതൊക്കെ ഒരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ നിന്നൊരാൾ UK പോകുന്നു, ഓസ്ട്രേലിയ പോകുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഇതിനുള്ള കാശുണ്ടോ? ഇല്ല. ഇവരെന്താ പിന്നെ ചെയ്യുന്നത്? ലോൺ എടുക്കുന്നു. എത്ര രൂപ ലോൺ എടുക്കണം? ഏറ്റവും കുറഞ്ഞ ഒരു 30 തൊട്ട് 50 ലക്ഷം രൂപ വരെ എന്തോ ചെയ്യും? ലോൺ എടുത്തോണ്ടാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്. ആണല്ലോ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ഈ 30 ലക്ഷം അല്ലെങ്കിൽ ഈ 50 ലക്ഷം ഇവർ അടച്ച് തീർക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കത്തില്ല. കാര്യം നമ്മുടെ ആരും അല്ലല്ലോ. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിവിടെ ചെന്നതിന് ശേഷം ഇവരിതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ കാശ് കൊണ്ടോ അല്ല മേടിക്കുന്നത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അവിടെ ചെന്നിട്ട് ഓരോ സാലറി കിട്ടുമ്പോഴും ഓരോ കാര്യം അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സഭ കാണും. ആണല്ലോ. അവിടെ ദൈവദാസന്മാരില്ലേ? അവിടുത്തെ ദൈവവിലയില്ലേ? അപ്പം അതിനെ ആര് സപ്പോർട്ട് ചെയ്യണം? ഞാനിപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. എന്നെ ദൈവം സൗത്ത് ആഫ്രിക്കയിൽ അയച്ചത് ഇവിടുത്തെ ദൈവവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരെ സഹായിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നീ പാർക്കുന്ന ദേശത്തോട് വിശ്വസ്തത ആചരിച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചു, ദൈവം നിന്നെ അവിടെ മാനിക്കും. എവിടെ മാനിക്കും? നമ്മുടെ നാട്ടിലെ കൂട്ട് നമുക്കിവിടെ അവസരങ്ങളില്ല. നമ്മുടെ നാട്ടിൽ പാസ്റ്റർമാർക്ക് പല അവസരങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയി പ്രസംഗിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ വിശ്വാസികളുടെ വീട്, അങ്ങനെയൊക്കെ പല പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ നമുക്കിവിടൊന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഇവിടെ ടൈത്തെന്നോ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഇതൊക്കെ എല്ലാം അറിയാവുന്നവരാ. പക്ഷെ ഒരാടെ സാലറി കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, പല വിദേശ രാജ്യങ്ങളിലും. പലരും എന്നോട് അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന എനിക്ക് വളരെ സങ്കടമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ പാസ്റ്റർമാർ നമ്മളോട് പറയുന്നത്. ആരോട് പറയുന്നത്? ഈ പുള്ളിക്കാരനെ കുറിച്ച് ആര്? ഇവിടെ നമ്മുടെ ഭാഷ പറഞ്ഞ ചക്രശ്വാസം വലിച്ചിരിക്കുന്നവനെ പറ്റി പറയാണ്. ഞങ്ങളെല്ലാം അവിടെ പ്രാർത്ഥിച്ചിട്ട് പുള്ളി അവിടെ പോയിട്ട് ഇപ്പം നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. പുള്ളിക്ക് ആക്ച്വലി ഒന്ന് നേരെ നോക്കാനുള്ള ജീവൻ ഇതുവരെ ആയിട്ടില്ല. അന്നേരമാണ് പറയുന്നത് എന്തോ എന്ന്. തിരിഞ്ഞു നോക്കിയിട്ടില്ല.
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ ഒരു സ്ഥലത്താക്കിയ ദൈവം അവിടുന്ന് നമുക്ക് വഴി തുറക്കും. അവിടുന്ന് വഴി തുറക്കും. ദൈവത്തിൻ്റെ വഴി അങ്ങനെ. നമ്മൾ ദൈവത്തെയാണ് നോക്കേണ്ടത്, വേറെ എങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഒരു പക്ഷേ ഈ ഗവൺമെൻറ് വന്ന് FCRI അടച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിന് ഇന്ത്യയിൽ നിന്ന് വഴി തുറക്കാൻ കഴിയുമെന്നേ, വാതിലുകൾ തുറക്കാൻ കഴിയുമെന്നേ. എന്തുവാ, ഹല്ലേലൂയ. പണമില്ലാതെ ദൈവവേല ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെ ദൈവത്തിന് ഒരുക്കാൻ കഴിയുമെന്നേ. ഇപ്പം നമ്മുടെ ബൈബിൾ കോളേജിലൊക്കെ പിള്ളേർ തീരെ കുറവാണ്. ബൈബിൾ കോളേജിൽ ആരും പഠിക്കാൻ പോകുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്പോൺസർ ഇല്ലെന്ന് പറയാൻ. പണ്ടൊക്കെ ഒരു ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സാലറി കിട്ടുന്ന ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമില്ല. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ പണത്തിൻ്റെ പിന്നിൽ വരുന്നൊരു കാര്യമായിട്ട് മാറി. ദൈവവേല, ദൈവമക്കൾ, ചർച്ച, ഇതെല്ലാം അതിൻ്റെ പുറകിലേക്ക് പോയി. ഇതെല്ലാം ആരാ? ദൈവമക്കൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവവേലയ്ക്കെന്നും പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങളിൽ കെട്ടിപ്പൊക്കിയത്. അത് ഇന്ത്യയേക്കാൾ അധികം പുറത്തുനിന്ന് വന്നുകൊണ്ടല്ലേ. ഇപ്പം ദൈവം ഒരുപക്ഷെ നമ്മളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തോട് പറയുക, കാശിനെയൊക്കെ മാറ്റി വെച്ച് ബാക്കിയുള്ള കാര്യമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ എന്നെ ഒന്ന് നോക്കുക. അങ്ങനെയുള്ളൊരവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അതിനെ എതിർത്തതല്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താ. ദൈവത്തിന് വഴി താങ്ക് യു ഉറക്കാൻ സർ. പറ്റും. ദൈവത്തിന് വഴി ഉറക്കാൻ പറ്റും. എന്താ, നമ്മുടെ നാട്ടിൽ കാശുള്ളവരില്ലേ? നമ്മുടെ നാട്ടിൽ ഉണ്ട് കോടീശ്വരന്മാരില്ലേ? ഉണ്ട്. ഏലിയാവിനെ തീറ്റിപ്പോറ്റിയ വിധവ ആരായിരുന്നു? ആ- അവിശ്വാസിയായിരുന്നു അല്ലേ? ആന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കഴിയുമെന്നേ. ദൈവത്തിന് തീർച്ചയായും. കഴിയും. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒന്നും ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം വഴികളും വാതിലുകളും ഒരുക്കട്ടെ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം കാക്കട്ടെ. ദൈവം കരുതട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കട്ടെ. ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ ചോദിച്ചാൽ തരും. തരും. ഞാൻ ഇപ്പോഴും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ നല്ലൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ ലവി, എല്ലാ മാസവും നമുക്കൊരു ലവിയുണ്ട്. നമ്മുടെ കരമടയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും ഇവിടെയൊക്കെ നമ്മൾ അടയ്ക്കണം. അപ്പം അതിനൊരു ഒരു മാസം അടച്ചില്ലെങ്കിൽ ഇപ്പം 2 മാസം 3 മാസം കൂടുമ്പോൾ അടച്ചാൽ മതി. അപ്പം ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10,000-3000 ഏകദേശം വന്നു. അപ്പോൾ അത് അടയ്ക്കാൻ ഉള്ളൊരു കാശില്ല. ആമേൻ. അങ്ങനെ ഇരുന്നൊരു സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് വേറൊന്നുമല്ല, ഇതാരോ പേ ചെയ്യുന്നത്. ഇത് പേ ചെയ്യാനാണെങ്കിൽ ഇത് വേറെ ആർക്കും അറിയത്തില്ല. കാര്യം ഇതൊരു പർട്ടിക്കുലർ നമ്പറാണ്. എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ആ ബില്ലിലുള്ള ഒരു നമ്പറിൻ്റെ അകത്ത് നമ്മൾ അടയ്ക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരി അടുക്കെ പറഞ്ഞു, ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിൻ്റെ അടുക്ക് പറഞ്ഞു, മാഡം ഇതുപോലെ ആരാന്നറിയത്തില്ല, ഈ സംഭവം പേ ചെയ്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, വിഷമിക്കേണ്ടടാ, അത് പേ ചെയ്തവർ അടുത്ത മാസം പോയി കംപ്ലൈൻറ്റ് ചെയ്യും, ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ അടച്ചായിരുന്നു, കിട്ടിയില്ല. എന്നിട്ട് അവർ അടച്ചതിൻ്റെ ഇത് കാണിക്കുമ്പം നിൻ്റെ ചിലപ്പം അവരങ്ങ് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ കാശ്. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെങ്കിലും ആട്ടെ, ഒരു മാസം നമുക്ക് സാവകാശം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതാരും എടുത്തില്ല. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അന്നുകൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ദൈവത്തിന് കഴിയും. ദൈവത്തിന് നൂലെ കെട്ടിയിറക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അങ്ങനെ പല അവസ്ഥകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് കഴിയും. അപ്പം നമ്മൾ ഇതൊന്നും ആലോചിച്ച്, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്തുമായിരിക്കണം? കർത്താവ് ഇന്ന് വരും. എപ്പോൾ വരും? ഇപ്പോൾ വരും. അല്ലെങ്കിൽ ഇന്ന് രാത്രി വരും. ഇല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ കർത്താവ് ഇന്ന് രാത്രി വരുവാണെങ്കിൽ ഈ FCRI കിട്ടിയിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഗുണം കാണും ഒന്നുമില്ല. ഇവിടെ ഉം. പോകാത്തവർക്ക്. അപ്പോൾ കർത്താവേ. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ, കർത്താവെ, ഒരു വിശുദ്ധ ജീവിതം നയിച്ച് പൗലോസിന്റെ ഭാഷ പറഞ്ഞ വല്ലവിധേനയും ഒരു പുനരുത്ഥാനം,
അതിനേക്കാളൊക്കെ നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കി കാത്തിരിക്കാം. ബാക്കിയുള്ളതൊക്കെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളുണ്ടാകും. ഇതൊക്കെ വരാനുള്ളതാ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ്ട് കർത്താവിൻ്റെ വരവ് ഒരുക്കുവായി. കർത്താവെ എന്നെ ഒരുക്കണേ, ഞാൻ തള്ളപ്പെട്ടു പോരുതേ, എൻ്റെ തലമുറകൾ തള്ളപ്പെട്ടു പോരുതേ, എൻ്റെ കുടുംബം തള്ളപ്പെട്ടു പോരുതേ, നമ്മുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ അതായിരിക്കണം നമ്മുടെ കാര്യം. അതായിരിക്കണം അതായിരിക്കണം അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരും ഞാൻ ഈ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. കാര്യം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഒരു വിശ്വാസിയുടെ ഒരു അപ്രോച്ച് എങ്ങനെ ആയിരിക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന, ഭാരപ്പെടുന്ന, പീഡിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്. എനിക്ക് അവരുടെ ഒന്നും പേരറിയത്തില്ല. ഞാൻ അവർ കർത്താവിനോട് പറയും, കർത്താവെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ വിശ്വസ്തരായിട്ട് നിൽപ്പാനുള്ള ദൈവകൃപ അവർക്ക് നൽകണമെന്ന്. അതാണ് ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവകൃപ അവർക്ക് നൽകണം, ദൈവകൃപ അവർക്ക് നൽകണം, ദൈവിക സാന്നിധ്യം അവർ അനുഭവിച്ചറിയുവാൻ. കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു മഹാസന്തോഷം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മഹാസന്തോഷം ഇതെപ്പോൾ വന്നതാണെന്ന് ഞാനത് നിങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. മഹാസന്തോഷം എന്നൊരു ടോപ്പിക്ക് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? മഹാസന്തോഷം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി, എ ഗ്രേറ്റ് ജോയ് എന്നൊക്കെ പറഞ്ഞ ഒരു മഹാസന്തോഷത്തെ പറ്റി യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. തിങ്കൾ മഹാസന്തോഷം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു വന്നിട്ടുള്ളപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അപ്പോസ്തലന്മാരെ പിടിച്ച് ഇവരെന്തോ ചെയ്തു, അടിച്ച് കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുന്ന ഒരു രംഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി എനിക്ക് തോന്നുന്നു 5:14 8 അധ്യായത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. 5:14 5:41 ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 5:41. നാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. കണ്ടോ അവരുടെ സന്തോഷം? കണ്ടോ? അവര് പറയാ ഇത്രയും പേരുണ്ടായിട്ട് പക്ഷെ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അവരെ ദൈവം ബലപ്പെടുത്തണം. അടി കൊണ്ടവരിറങ്ങി വന്നിട്ട് പറയണം, ഇത്രയും പ്രയാസങ്ങളോട് കടന്നു പോയിട്ടും ഈ ദൈവത്തെ സ്നേഹിച്ച് നിൽപ്പാനുള്ള ദൈവം കൃപ എനിക്ക് നൽകിയെന്ന് പറയത്തക്കോണം നമ്മൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ കാണുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 15-ാം അധ്യായമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ കാണുന്നു, അതിൻ്റെ ശേഷം അബ്രഹാമിന് 1-ാം വാക്യം, യഹോവയുടെ അരുളപ്പാടുണ്ടായതാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, അബ്രഹാമേ ഭയപ്പെടേണ്ട. ഇന്നും ഞാൻ ഭയം എന്ന വാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 14-ാം അധ്യായത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. 13-ഉം 14-ഉം അധ്യായങ്ങളിൽ തൻ്റെ സഹോദരനായ ലോത്ത് തന്നെ വിട്ടുപോയി. നല്ലൊരംശം തിരഞ്ഞെടുക്കേണ്ട സമയത്ത് അബ്രഹാമിനെ കടത്തിവെട്ടി താൻ നല്ലതൊക്കെ തിരഞ്ഞെടുത്തു. അങ്ങനെ തന്നിൽ നിന്ന് അകന്നുപോയ സഹോദരനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെയാണെങ്കിൽ പറയാൻ പോട്ടെ, അവൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ടെ, ഞാനതൊന്നും ബോധർ ചെയ്യുന്നില്ല, എൻ്റെ അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് അബ്രഹാമിന് വേണേൽ പറയായിരുന്നു. പക്ഷെ അബ്രഹാം എന്തോ ചെയ്തു? തൻ്റെ ജീവനേക്കാൾ, ഞാനൊരു പക്ഷേ ഇപ്രകാരമാണ് വിചാരിക്കുന്നത്, തനിക്ക് കുടുംബമൊക്കെ ഉള്ള ആളാണ്. ഒരുപക്ഷെ അബ്രഹാം ഈ 318 പേരെ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ സാറാമ്മച്ചി ചോദിച്ചു കാണും, നിങ്ങൾക്ക് വേറെ വല്ല ജോലിയില്ലേ മനുഷ്യ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കാണും. കാര്യം നമ്മുടെ ഇന്ത്യൻ ഫാമിലി സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കാണും. പക്ഷെ അതൊന്നും ഇതാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്
ദൈവത്തെ മുൻനിർത്തി വിശ്വാസത്തോടെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തന്നിൽ നിന്ന് അകന്നുപോയ തൻ്റെ സഹോദരനെ വീണ്ടെടുത്തുകൊണ്ട് വരുന്ന അബ്രഹാം അവിടെ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കീസേദക്ക് തന്നെ എതിരിട്ട് വരുന്നു. എതിരിട്ട് വന്നിട്ട് പറയുന്ന വാക്കുകൾ അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. അത് 14-ാം അധ്യായം 18-ാം വാക്യമാണ്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തെ 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. അവൻ കെദോർലായോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. കണ്ടോ? അപ്പം ആരൊക്കെയാണ് ഈ അബ്രാമിനെ എതിരേറ്റു വന്നത്? മൽക്കീസേദക്ക് മാത്രമല്ല, ശാലേം രാജാവ് എതിരേറ്റു വന്നു. ശാലാം രാജാവ് എവിടുന്ന് എതിരേറ്റു വന്ന്? കാര്യം ഈ പുള്ളി യുദ്ധത്തിൽ ശത്രുക്കളെ പേടിച്ച് ഓടിപ്പോയാളാ. അങ്ങനല്ലേ പറയുന്നത്? 10-ാം വാക്യം, 14-ാം അധ്യായം 10-ാം വാക്യം. സിദ്ദീൻ താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമേര രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ച പർവ്വതത്തിലെ ഇപ്പൊ ഈ യുദ്ധത്തില് തോറ്റം നിറഞ്ഞപ്പോ ഓടിപ്പോയ ആളാണ്. ഇപ്പൊ അബ്രഹാം എല്ലാം തിരിച്ചു മേടിച്ചുകൊണ്ട് വന്നു കണ്ടപ്പോ അബ്രഹാമിനെ എതിരേക്കാൻ ആരും വന്നു? ഈ സോദോം രാജാവും വന്നു. അപ്പോൾ തന്നെ ആരും വന്നു? ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് പറയപ്പെടുന്ന ശാലേം രാജാവായ മൽക്കീസേദക്ക്. അദ്ദേഹത്തെ പറ്റി അധികം വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ക്രിസ്തുയേശുവിൻ്റെ ഒരു നിഴലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്നൊരു കാര്യം, ഒരു കർത്തൃമേശയുടെ പ്രതിനിധീകരിച്ച് ആദ്യമായിട്ട് അബ്രഹാമിന് ഇവിടെ വെച്ചൊരു അപ്പവും വീഞ്ഞും കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പണ്ടങ്ങനെയാണ്, എല്ലാവരും ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അപ്പവും വീഞ്ഞും ഒക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഇദ്ദേഹം വന്നിട്ട് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? 19-ാമത്തെ വാക്യം. അബ്രഹാമിനെ അനുഗ്രഹിക്കുക. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ ആ വാക്യം ശരിക്കൊന്ന് വായിക്കണം. എല്ലാവരും അതൊന്ന് വായിക്കണം. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഒരാൾ അനുഗ്രഹിക്കുക, ദൈവനാമത്തിൽ അനുഗ്രഹിക്കുക. ഈ അനുഗ്രഹം അബ്രഹാം ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്തു. അതെങ്ങനെ അറിയാം? ദശാംശം കൊടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ആൾനഷ്ടമൊന്നുമില്ലാതെ ഉദ്ദേശകാര്യം സാധിച്ചതിന് ദൈവത്തിന് നന്ദി സൂചകമായിട്ട് ആരെന്ത് ചെയ്തു? ദശാംശം കൊടുത്തു. അതിനെപ്പറ്റിയും നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്, ദൈവവചനം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു ദൈവദാസൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ അനുഗ്രഹത്തിനാണെന്ന് തോന്നിയാൽ പിന്നെ അടുത്തിരിക്കുന്നത് ആരാണെന്നോ, അത് ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ കുഞ്ഞുങ്ങളാണെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്തോ വിചാരിക്കുന്നൊന്നും നമ്മൾ നോക്കരുത്. അന്നേരം ദൈവസന്നിധി നമ്മൾ വീണു. വീഴുകയെന്ന് വെച്ചാൽ മുട്ടയിലിരിക്കാൻ പറ്റുവാണെങ്കിൽ മുട്ടയിൽ നമ്മൾ ഇരിക്കണം. ദൈവത്തോട് ഏറ്റു പറയാൻ പറ്റുവാണെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. അത് ഏറ്റെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. ഇത് ഈ അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഇനിയും അടുത്ത വാക്ക് വരുമ്പോഴത്തേക്കിന് 22-ാം വാക്യം, 21-ാം വാക്യം. സോദോം രാജാവ് പറയുകയാണ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അതിന് മറുപടിയായിട്ട് അബ്രഹാം പറയുന്ന 22-ാമത്തെ വാക്യം, അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പിൻ്റെ വാറാകട്ടെ നിനക്കുള്ളത് യാതൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. കാര്യം എന്നെ സമ്പന്നനാക്കേണ്ടത് നീയല്ല. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ, ഞാൻ ദൈവമുള്ളവനാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാ. ഈ ലോകമല്ല എന്നെ സമ്പന്നനാക്കേണ്ടത്.
ഈ ലോകത്തിലുള്ള പ്രഭുക്കന്മാരോ രാജാക്കന്മാരോ കൊള്ള കൊണ്ട് കിട്ടിയ മുതലല്ല. പിന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? 23-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ആ ഇതിനു മുമ്പ് ഈ വാക്യം നിങ്ങൾ എവിടെങ്കിലും വായിച്ചായിരുന്നോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഏത് 19. വാക്യം? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം. ഈ വാക്ക് നിങ്ങൾ എവിടെങ്കിലും കേട്ടോ? 19 വാക്യം. അവൻ അവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ആ ദൈവത്താൽ അബ്രാം. കണ്ടോ? ആരനുഗ്രഹിച്ച അനുഗ്രഹമാ? സ്വർഗത്തിലെ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ച അനുഗ്രഹം. വാക്യം 19. അതെ, മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു കണ്ടോ? ആ അബ്രാമിനെ. വാക്യം അതുപോലെ തന്നെ കടമെടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാം അനുഗ്രഹം എന്തോ ഇതും ഏറ്റെടുത്തു. സ്വീകരിച്ചു. അബ്രഹാം പറയണം, എടാ അത്യുന്നതനായ സ്വർഗത്തിനും ഭൂമിയെയും നാഥനായ സൃഷ്ടിച്ചതിനായ യഹോവ എൻ്റെ കൂടെ, യഹോവ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊള്ളയല്ല എന്നെ സമ്പന്നനാക്കേണ്ടത്, രാജാവല്ല എന്നെ സമ്പന്നനാക്കേണ്ടത്. എന്നെ സമ്പന്നനാക്കണമെങ്കിൽ ആരാക്കണം? എൻ്റെ ദൈവം ആക്കണം. അങ്ങനെയാണെങ്കിൽ പറയണോ, FCRI അല്ല, എന്നെ നടത്തേണ്ടത് എൻ്റെ ദൈവമാണെന്ന്. ഹല്ലേലൂയ. അമേൻ, അമേൻ, ആമേൻ. ഹല്ലേലൂയ. കണ്ടോ? ആ അനുഗ്രഹം അങ്ങ് ഏറ്റെടുക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. എന്ത് പറഞ്ഞു തുടങ്ങണം? ഇന്ന് ദൈവജനം നമ്മളോട് സംസാരിക്കുക. നമ്മളോട് ആരുണ്ട്? നമ്മളാരാ? അബ്രഹാമിന്റെ മക്കളാ, ദൈവം. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. എൻ്റെ പിതാവിനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്നോട് പറഞ്ഞതാ. ആമേൻ. ഇത് ക്രിസ്തുവേശുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ നമുക്കുള്ളതാണെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇത് ബൈബിളിലല്ല അടിവരയിടണ്ടേ, ഹൃദയത്തിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുന്നത് പോലെ. ശരീരത്തിൽ പച്ച കുത്തിയാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ പോവും, പ്രായമാകുമ്പം ശരീരമൊക്കെ ഇതാകുമ്പോൾ പോവും. പക്ഷെ ഇതങ്ങനല്ല, ഇത് പോകരുത്. എന്ത് പോകരുത്? ഈ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ. ആര്? സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ. അപ്പൊ അബ്രഹാം എന്തോ ചെയ്തു? ആ അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ അങ്ങ് ഏറ്റെടുത്തോ, തൻ്റെ ജീവിതത്തോട് അങ്ങേറ്റു. ഞാൻ ഒരിക്കൽ PG വർഗീസ് അങ്കിൾ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയായ ലില്ലിക്കുട്ടി ആൻ്റെയെ പറ്റി ഇങ്ങനെ പറഞ്ഞു, തന്നോട് ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ താൻ പറയും ഐ ആം ബ്ലെസ്ഡ് എന്ന് പറയും. അത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാതൊരു അതിശയോക്തി തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഭാര്യ എപ്പോഴും പറയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അത് കേട്ട് അന്ന് തൊട്ട്, ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഞാൻ ഐ ആം ഫൈൻ എന്ന് പറയത്തില്ല. ഞാൻ പറയാം ഐ ആം ബ്ലെസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഈ അനുഗ്രഹത്തിൻ്റെ വില അറിയാവുന്നവരാണെങ്കിൽ ആമേൻ എന്നവർ എന്നോട് തിരിച്ചിങ്ങോട്ട് മറുപടി പറയും. മേ ഗോഡ് ബ്ലെസ് യു ടു എന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയും. അപ്പം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് പറയണം, എന്ത്? ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, സ്തോത്രം. എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2 കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. പരിച, അതിമഹത്തായ സമ്പത്ത്. അതിന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓർക്കുക, അബ്രഹാം എന്തോ ചെയ്തു? ഈ അനുഗ്രഹം തൻ്റേതായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ആ വാക്കുകൾ ഇപ്പൊ കടമെടുത്തിട്ട് അബ്രഹാം പറയുകയാണ്. എന്ത് പറയുന്നു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവയുടെ നാമത്തിൽ ഞാൻ പറയുക, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ, ഈ അനുഗ്രഹത്തിന്റെ വില മനസ്സിലായ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം വരുന്നത് എവിടുന്നാണെന്നറിയാവോ? 121 സങ്കീർത്തനം.
ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ യഹോവെങ്കിൽ നിന്ന, ആകാശത്തിനും ഭൂമിക്കും നാഥനായ ആ അത്യുന്നതനായ ദൈവത്തിങ്കിൽ നിന്ന്. കണ്ടോ, അനുഗ്രഹം പ്രാപിച്ചവൻ അവൻ അങ്ങനെ പറയും. അനുഗ്രഹം പ്രാപിക്കാത്തവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, അവരൊന്നും എന്നെ സഹായിച്ചില്ല, അവരാ വഴി അടച്ചു, ഇനി ഞാൻ എന്തോ ചെയ്യുമെന്ന് ചോദിച്ച് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച, ദൈവത്തിൽ വിശ്വാസമുള്ളവൻ, അവൻ ഒരു കാര്യം പറയും, എവിടെല്ലാം അടഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ കൊട്ടി അടച്ചാലും അവൻ ഉയരത്തിൽ ഒരു ദൈവമുണ്ട്, അത്യുന്നതനായ ഒരു ദൈവം. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഉന്നതനും ഇത് ഉന്നതനും അതിന് മേളിൽ ആരുണ്ട്? അത്യുന്നതനും. അത്യുന്നതൻ. അങ്ങനൊരു വാക്യമുണ്ട്. അതെവിടാണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു 7-ാം അധ്യായമാണെന്ന് തോന്നുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഉന്നതനും മീതെ ഉന്നതനും അതിനു മീതെ ഈ 5-ാം അധ്യായം 8-ാം വാക്യം, 5-ന്റെ 8. ഒരു സംസ്ഥാനം വായിക്കണം. വായിച്ചോ. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനു മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കണ്ടോ, മതി, അത്ര മതി. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങണം, ഞങ്ങളുടെ ദേശത്ത് എന്തൊക്കെ സംഭവിച്ചാലും, എത്ര പീഡ വന്നാലും, എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഒരു കാര്യം എനിക്കറിയാം, ഇവരാരും അല്ല. ഉന്നതനും ഇതേ വേറൊരു ഉന്നതൻ കാണും, പക്ഷെ അതിൻ്റെ മേളിൽ ആരുണ്ട്? അത്യുന്നതൻ ഒരുത്തനുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം. ആ ദൈവത്തിൽ നിന്ന് നമുക്ക് രക്ഷ വരേണ്ടത്, ആ ദൈവത്തിൽ നിന്ന് നമുക്ക് സഹായം വരേണ്ടത്, ആ ദൈവം നമ്മളെ വഴി നടത്തേണ്ടത്, ആ ദൈവമായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സങ്കേതം, ആ ദൈവമായിരിക്കണം നമ്മുടെ ബലം. അവനായിരിക്കണം. കണ്ടോ, ഇപ്പം ദൈവത്തെ അബ്രഹാം കുറച്ചുകൂടെ കൂടുതലൊന്ന് അറിഞ്ഞു, ദൈവത്തിൽ അബ്രഹാം കുറച്ചുകൂടെ ഒന്ന് വിശ്വാസം അർപ്പിച്ചു. ഇങ്ങനെ ഇരുന്ന ഈ അബ്രഹാമിനോട് ദൈവം അടുത്തു വരികയാണ്. കണ്ടോ, അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, 8ആണെന്ന് തോന്നുന്നു, ഇപ്രകാരം പറയുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഈ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, 7-ാം വാക്യം. അതുകൂടെ ഒന്ന് വായിക്കാമോ? യാക്കോബ് 4:7-8 ആകയാൽ വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. കണ്ടോ, ഇവിടെ പറയാണ്, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഒന്നെന്ത് വേണം? പാവികളെ കൈ എന്ത് കാണിക്കണം? കണ്ടോ, ഇവിടെ അബ്രഹാം പറയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, കൈ ഉയർത്തി ചെയ്യുക. ചെരുപ്പിന്റെ വാറാകട്ടെ, ചരടാകട്ടെ, വേണ്ട, കൈകളെ ഉയർത്തി. കൈ വെടിപ്പായിരുന്നു. ഒന്ന്, കൈകളെ എന്തോ ചെയ്യണം? വെടിപ്പാക്കണം. രണ്ടാമത് പറയുന്നത് എന്ത് ചെയ്യണം? ഇരുമനസ് മാറ്റണം. ഇരുമനസ് പാടില്ല. നമുക്ക് എബ്രായ ബാലന്മാരെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ പിടിച്ച് തീക്കുണ്ടത്തിൽ ഇടാൻ പോവാ, തീച്ചുളയിൽ ഇടാൻ പോവാ. തീച്ചുളയിൽ ഇടാൻ പോകുമ്പോൾ രാജാവ് അവസാനമായിട്ട് അവർ ചോദിക്കും, ചന്ദ്രക്കെ, മേശക്കെ, അഭേദ്രഗോപെ, ലാസ്റ്റ് ചാൻസാ. ഇപ്പൊ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അടുത്ത മ്യൂസിക് വരുമ്പോൾ നിങ്ങൾ ഈ ബിംബത്തെ ആരാധിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താം. അപ്പൊ അവര് പറയുകയാണ്, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഈ കഷ്ടതയിൽ കൂടെ പോകേണ്ടി വന്നാലും ഇല്ലെങ്കിലും, ഈ പ്രയാസത്തിൽ കൂടെ പോകേണ്ടി വന്നാലും ഇല്ലെങ്കിലും, ഞങ്ങൾ എന്തോ ചെയ്യത്തില്ല. ആ ഒരു വിശ്വാസം അവരൊരു പക്ഷെ പഠിച്ച് അബ്രഹാമിന്റെ ലൈഫിലൂടെ ആയിരിക്കാം.
4 രാജാക്കന്മാരെ നേരിടാൻ 318 പേരുമായി വിശ്വാസത്തോടെ പോയി. ദൈവീയ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് മടങ്ങി വന്ന് ഇപ്പം നിൽക്കുന്ന അബ്രഹാമിനോട് അബ്രഹാം ദൈവസേനയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്തു. ഒരു ദൈവീയ അനുഗ്രഹം കൂടെ പ്രാപിച്ചു കഴിഞ്ഞപ്പം ദൈവം തനിക്കായിട്ട് ഇറങ്ങി വരുന്നതാണ് ഈ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. ദൈവം അബ്രഹാമിൻ്റെ പേര് വിളിക്കുക. അതുവരെ അബ്രഹാമിൻ്റെ പേര് ദൈവം വിളിച്ചിട്ടില്ല. അബ്രഹാമിൻ്റെ പേര് ദൈവം വിളിച്ചിട്ടില്ല. ഇവിടെ ദൈവം പറയുകയാണ്, അതിനുശേഷം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ അബ്രഹാമേ, കണ്ടോ, പേര് വിളിച്ച് കുറച്ചുകൂടെ അടുത്തൊരു ബന്ധം. ദൈവമായിട്ട് അബ്രഹാം അടുത്തപ്പം ദൈവം അബ്രഹാമായിട്ടും അടുക്കുക. എന്നിട്ട് പറയാം, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നാളുകളെക്കുറിച്ചുള്ള ഭയം, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, തലമുറകളെക്കുറിച്ചുള്ള ഭയം. ഇത് പറയുമ്പോൾ തൻ്റെ ഭയം എന്താണെന്ന് ദൈവസന്നിധിയിൽ അബ്രഹാം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 2-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാതെ നടക്കുന്നു. എൻ്റെ അവകാശി ദമശ്കേക്കാരനായ എലിയാസർ എന്ന ബാല്യക്കാരനാണല്ലോ. കണ്ടോ, കർത്താവെ, എൻ്റെ കാലം കഴിഞ്ഞാൽ എങ്ങനെ? ദൈവം പറയുക, ഐ ഹാവ് എ പ്ലാൻ. എനിക്കൊരു പ്ലാൻ ഉണ്ടെന്നേ. നീ ഭയപ്പെടേണ്ട. നിന്റെ തലമുറയുടെ കാര്യത്തിൽ എനിക്കൊരു സ്തോത്രം. പ്ലാൻ ഉണ്ടെന്നേ. നീ ഭയപ്പെടേണ്ട. നിനക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റൂ. നിനക്ക് നിൽക്കാൻ പറ്റൂ. നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറയും, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഭയത്തെപ്പറ്റി നമുക്കൊരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. മോർ ദാൻ 365 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്ഥലത്ത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്യമുണ്ടെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ 365 ദിവസം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം ഓരോ ദിവസവും ഓരോന്ന് വെച്ച് നോക്കിയാലും ഭയപ്പെടേണ്ടാണ്. ഈ ഒരു വാക്ക് തന്നെ ഏകദേശം 58 സ്ഥലങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. എന്താണ് ഭയം? ഭയത്തിൻ്റെ ഒരു നിർവചനത്തെയൊക്കെ പറ്റി പറഞ്ഞാൽ 2 തരത്തിലുള്ള ഭയമുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന ഒരു ഭയത്തെപ്പറ്റി നിർവചിച്ചൊക്കെ പറയുമ്പം പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഫിയർ നോട്ട് എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഞാനിപ്പോൾ ഈ ഭയത്തിൻ്റെ ഒരു നിർവചനത്തെ പറ്റി ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. മാനുഷികമായ എല്ലാ ഭയവും മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ എല്ലാ മനുഷ്യരിലും കാണപ്പെടുന്ന ഒരു ഭയമുണ്ട്, പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക. ഇംഗ്ലീഷിൽ തന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതൊരു സൈക്കോളജിക്കൽ വേർഡാണ്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് പരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതിന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരിക, നമ്മളെ കടിക്കാൻ വരിക. കുറേ പേരെ ഓടിച്ചു, പട്ടി ഇങ്ങനെ ഓടി വരുക. അപ്പം എനിക്ക് ഭയമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നാൽ ചിലപ്പോൾ പട്ടിയുടെ കടി കൊണ്ടുവന്നിരിക്കും. അതിനെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഭയമൊന്നും. അവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ്? യുക്തിസഹമായ ഒരു പ്രതികരണം, നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രതികരണം. യുക്തിരഹിതമായ പ്രതികരണമുണ്ട്. ഇതിനെയാണ് യുക്തിയുടെ ഭാഷയിൽ, സൈക്കോളജിയുടെ ഭാഷയിൽ എന്തെന്ന് പറയുന്നത്? ഭയമെന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അപകടമോ ഭീഷണിയോ നഷ്ടമോ അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നിവ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ശാരീരികമായ സ്വാഭാവിക പ്രതികരണമാണ് എന്ത്? ഭയമെന്ന് പറയുന്നത്.
അതാണ് ഒരു നിർവചനം, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം. അതിനെ നമുക്ക് ഭയമെന്ന് വിളിക്കാം. ഇത് ഒരു സൈക്കോളജിക്കൽ ടേമാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ടേമാണ്. ശക്തമായ വൈകാരിക പ്രതികരണം എന്നൊക്കെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഷ പറയാം. കാര്യം ഞാനൊരു പാസ്റ്റൽ കൗൺസിലർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ ഭാഷ നമുക്ക് പറയാം. പക്ഷേ എന്നാൽ ദൈവവചനം ഭയത്തെപ്പറ്റി പറയുന്ന എന്താണെന്ന് നമുക്കറിയാമോ? എനിക്ക് തോന്നുന്നു ഞാനൊരിക്കൽ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. ഭയത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസ തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഉം. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ നിങ്ങൾക്ക് ആത്മാവിനാലത്രേ നിങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു എന്ത്? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, എന്ന് വെച്ചാൽ ഭയത്തിന്റെ ആത്മാവിനെ അല്ല. പിന്നെന്താണ്? സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു ഈ ഭീരുത്വം, ഭയം എന്ന് പറയുന്ന ആത്മാവ് ആര് തന്നിട്ടില്ല? ദൈവം തന്നിട്ടില്ല. ദൈവം തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ അടുക്ക ചോദിക്കൂ, ആദ്യത്തെ ഭയമോ? അതാണ് ഞാൻ പറഞ്ഞത്, അത് യുക്തി. ഏത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നു, എന്ത് ചെയ്യണമെന്ന് ദൈവം നമുക്ക് എന്തുമായിട്ടുണ്ട്? സുബോധം തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഓടണം, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി കാണണം. അല്ലാതെ ഞാൻ ദൈവത്തിലാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പട്ടിക്കറിയത്തില്ലല്ലോ. പണ്ടൊരു പുള്ളി വിചാരിക്കുന്നത് താനൊരു പൂച്ചയാണെന്ന്. ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ട് പുള്ളി പൂച്ചയുടെ കൂട്ട് ശബ്ദം ഉണ്ടാക്കുന്നു, പൂച്ചയെ പോലെ മണം പിടിക്കുന്നു. അപ്പം വീട്ടുകാർക്കൊക്കെ ആ പാടിത്, അയ്യോ ഈ പുള്ളിക്ക് എന്തോ മാനസിക പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ഹേയ് യൗവനക്കാരാ, നിങ്ങൾ പൂച്ചയല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. പുള്ളി പറഞ്ഞ സമ്മതിച്ചു. എന്നിട്ട് പുള്ളിയെടുക്കെ കുറേ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് തിന്നാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇല്ല, ഇതൊന്നും തിന്നാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൂച്ചയല്ല, നിങ്ങൾ മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കൗൺസിൽ ചെയ്തു. ഒരു 2-3 മണിക്കൂറൊക്കെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനും ഡോക്ടറും മാതാപിതാക്കളൂടെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് പുള്ളി പിന്നെയും ചാടി ഡോക്ടറുടെ റൂമിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് പിന്നെയും ചോദിച്ചു, മനുഷ്യ, നിങ്ങളോടല്ലേ പറഞ്ഞത് നിങ്ങൾ പൂച്ചയല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടി, അത് പുറത്ത് നിൽക്കുന്ന പട്ടിക്കറിയത്തില്ലല്ലോ എന്ന്. കാര്യം പുള്ളി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പുള്ളി പൂച്ചയാണെന്ന്. അതുകൊണ്ട് ഡോക്ടറുടെ കൂട്ടി കിടക്കുന്ന പട്ടിയെ കണ്ടപ്പോൾ പുള്ളി പിന്നെ എന്തോ ചെയ്തു, ചാടി ഡോക്ടറുടെ റൂമിൽ കയറി. എന്ന് പറയുന്നത് കൂട്ടാണ് നമ്മുടെ അവസ്ഥ. നമുക്കിപ്പോഴും പലതിനെയും പേടിയാണ്. എന്തിനെ പേടി? പലതിനെയും പേടി. അങ്ങനെ പേടിച്ചിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം ഇറങ്ങി വന്നിട്ട് നേരിട്ട് പറയാം, അബ്രഹാമേ നീ എന്തു വേണ്ട, ഭയപ്പെടണ്ട. ഈ വാക്യം തന്നെ നമുക്കതിന് ക്ലിയർ ആയിട്ടൊരു മറുപടി നൽകുന്നുണ്ട്. എന്ത്? 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു സ്നേഹം, ശക്തി, സുബോധം എന്നീ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ അല്ല. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇത് ദൈവമല്ല തന്നത്, ഈ ഭയത്തിന്റെ ആത്മാവ്, പിന്നെ ഇതാരായിരിക്കും തന്നത്? ഇപ്പൊ ഇതിനെ പറയുന്നൊരു പേരാണെന്ത്? ആത്മാവ്. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലും ദ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലും എന്തുവാ? ഭയത്തിന്റെ ആത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവ്.
അപ്പൊ അങ്ങനെ ഒരു ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. will spirit. പരിശുദ്ധാത്മാവിന്റെ കാര്യം മേളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ഒരാളാണ്, ആണല്ലോ. അതെ. പക്ഷെ Yes. പുള്ളിക്ക് എന്തോ ഉണ്ട്, ശക്തിയുടെ ഉണ്ട്, സ്നേഹത്തിന്റെ ഉണ്ട്, സുബോധത്തിന്റെ ഉണ്ട്, ഉം, ഇന്ദ്രജയത്തിന്റെ ഉണ്ട്. നമ്മൾ പറയുന്ന എന്തോ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും എല്ലാം പുള്ളിക്ക് കൊടുക്കാൻ കഴിയുന്നത് പോലെ മറ്റേ പുള്ളി, ഏത് പുള്ളി, ആ പുള്ളി കൊടുക്കുന്ന ഒരു ആത്മാവാണ് ആര്? അല്ലെങ്കിൽ ആ പുള്ളിയുടെ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് എന്ത്? പീരിത്വത്തിന്റെ ആത്മാവ്. പീരിത്തത്തിന്റെ ആത്മാവ്. അതിന് ഇനി ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം മേളിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലാതെ പീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവം അല്ലാത്ത പൈശാചികമായ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്തോ ഒന്നാണ് എന്ത്? ഭയം. ഭയം. ഈ ഭയം ആദ്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കണ്ട. തങ്ങളുടെ കണ്ണ് തുറന്ന് നഗ്നരാണെന്ന് അറിഞ്ഞ ആദാമും ഹവയും ദൈവീക സാന്നിധ്യം, ദൈവത്തിൻ്റെ കാൽച്ചുവട് കേട്ടിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുക. അപ്പൊ ദൈവം അവരോട് ചോദിക്കുക, ആദാമേ നീ എവിടെ? അപ്പൊ ആദാമിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? തോട്ടത്തിൽ അങ്ങയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ട്. കണ്ടോ, ഭയം വന്നത് എവിടെ? ദൈവീക സാന്നിധ്യം തന്നിൽ നിന്ന് ഇല്ലാതിരിക്കുന്ന അകന്നു പോയപ്പോ എന്തു വന്നു? ഭയം വന്നു. അപ്പൊ ദൈവിക സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തു വരാൻ പാടില്ല? ഭയം വരാൻ പാടില്ല. അപ്പൊ ഇന്ന് നമുക്കുണ്ടോ ഭയം? അതേ ഉള്ളെന്ന് നമ്പർ ഇട്ട് പറയണമെന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ആ ദൈവിക സാന്നിധ്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുന്ന അബ്രഹാമിന്റെ അടുത്തോട്ട് ദൈവം ഇറങ്ങി വരികയാണ്. പേര് വിളിക്കുക, അബ്രഹാമേ എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മുടെ പേര് ദൈവം വിളിക്കുക. ആരാണ് ഈ ദൈവം? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിർമ്മിച്ച, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ഈ ദൈവം. ഈ ഉൽപ്പത്തി 3:10 നമുക്ക് കാണാൻ കഴിയുന്ന പാപത്തിന്റെ ഫലമായി ഉണ്ടായ ആദ്യത്തെ നിഷേധാത്മകമായ വികാരങ്ങളിൽ ഒന്നായിരുന്നു ദൈവത്തിൽ നകലുക അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒളിക്കുക എന്നുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ ഒന്നായിരുന്നു എന്ത്? ഫലം, ഭയം. കണ്ടോ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വാഭാവിക പ്രതികരണം, അവരുടെ ഒരു സ്വാഭാവിക പ്രതികരണം വരുന്നത് ഒളിച്ചിരിക്കുക, ഭയപ്പെടുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നീ ഭയത്താൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട പലരെ പറ്റിയും ദൈവജനം പറയുന്നുണ്ട്. അത് പറയാൻ ആക്ച്വലി സമയമില്ല. നമ്മുടെ സമയം ഓൾമോസ്റ്റ് ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ പലരെയും പറ്റി ദൈവജനത്തിൽ പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഈ ഭയം നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മൾ മനുഷ്യരാണ്. ഈ സ്വാഭാവിക പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്തോ ചെയ്യണം? ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം ഓർക്കണം. എന്തോ പറയണം? അബ്രഹാമേ, ആൽവിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലം, നിന്റെ പരിചയം ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ദൈവശക്തം നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. ആ ദൈവശക്തം നമ്മൾ കേൾക്കണം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ഭയത്തെപ്പറ്റി പറയുന്നൊരു കാര്യമുണ്ട്.
സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ കണ്ടോ? സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ആ, സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഇപ്പൊ ഈ ഭയത്തെ പുറത്താക്കാൻ ഉള്ള ഒരു റെമഡി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നാട്ടുമരുന്ന് അല്ലെങ്കിൽ ഒരു മറുമരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്തുവെന്നറിയോ? ദൈവസ്നേഹം. സ്നേഹം. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മളോട് ആദ്യം പറഞ്ഞത് സ്നേഹത്തിന്റെ, പിന്നെന്തിന്റെ ആത്മാവിനെ ആയിരുന്നു? ശക്തിയുടെയും സുബോധത്തിന്റെയും ശക്തിയുടെയും ശക്തിയുടെയും സുബോധത്തിന്റെയും സുബോധത്തിന്റെയും. കണ്ടോ? ആത്മാവിനെ സ്നേഹം വന്നിരിക്കുന്നുണ്ടോ? അന്നു സ്നേഹമാകുന്ന ദൈവം നമ്മളിൽ എന്താ വേണം? നമുക്കെന്താ വേണം? ദൈവത്തെ സ്നേഹിക്കണം. ആമേൻ. നമുക്കറിയാം, നമുക്കൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരോട് എടാ വാടാ ഡ്രസ്സ് ഇടറ, നമുക്കൊരു സ്ഥലം വരെ പോകാൻ ചോദിച്ചാൽ അവരെന്തോ ചെയ്യും? ഒന്നും നോക്കത്തില്ല. എപ്പോൾ ചിലപ്പം ഇട്ടിരിക്കുന്ന തുണിയോടെ ചാടിക്കയറി നമ്മുടെ കൂടെ വരും. കാര്യം എന്താ? എൻ്റെ അപ്പനാണെന്ന് എന്നെ വിളിച്ചത്, ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടാണെന്ന് പോകുന്നത്. സ്നേഹം കണ്ടോ? തികഞ്ഞ സ്നേഹം എന്തോത്തിനെ പുറത്താക്കുന്നു? ഭയത്തെ പുറത്താക്കും. ഭയത്തെ പുറത്താക്കും. അപ്പൊ ഇനി ആ വാക്യം എല്ലാവരോടും എന്നോട് ചേർന്നെന്ന് പറഞ്ഞ തികഞ്ഞ സ്നേഹം എന്തോത്തിനെ പുറത്താക്കുന്നു? സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ, പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ. പുറത്താക്കുന്നു. അപ്പൊ ഇപ്പോഴും ഈ ആമേൻ. ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താ? അത് പുറത്തായി പോവും. എന്ന് വെച്ചാൽ സ്നേഹം ഇതുവരെ തികഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം വേറൊരു ഇതെന്ന് പറഞ്ഞാൽ തികഞ്ഞെന്ന് വെച്ചാൽ നിറവെന്ന. ഹല്ലേലൂയ. ഈ നിങ്ങൾ ഈ കുപ്പിയിലൊക്കെ വെള്ളം പിടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അത് ഫുള്ളായിട്ട് നിറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ബബിള് വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോ ചെയ്യും? ആ ഞാൻ പല സമയത്തും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലും, വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അതിട്ട് ഇങ്ങനെ ഇതാക്കുക, ചുമ്മാ അത് കാണാൻ വേണ്ടി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു കൂടുമല്ലേ, ഒരു ടൈം പാസിന് വേണ്ടി. പക്ഷെ ഈ സ്നേഹം തികഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ കാണും. ബബിള് അപ്പൊ പോലത്തെ അപ്പൊ ഇതിപ്പോ ആരുടെ കുഴപ്പമാ? നമ്മുടെ ഇതിപ്പോ ആരാ തികയ്ക്കണ്ട? നമ്മളാണ്. എന്നിട്ടിപ്പം ഭയപ്പെട്ടിരുന്നിട്ട് നമ്മളെന്ത് പറയുന്നത്? കർത്താവേ അങ്ങനാണ് ഇങ്ങനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹമാകുന്ന അങ്ങ്, ഞാനൊന്ന് കുറയട്ടെ, അങ്ങ് എന്നിലൊന്ന് വളരണം. ദൈവസ്നേഹം, ആ ദൈവസ്നേഹം സ്നേഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇന്ന് അതുകൊണ്ട് അബ്രഹാം ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഒരു സ്റ്റെപ്പ് ചാടി ഇറങ്ങി തൻ്റെ ജീവനെ പോലും ഗണ്യമാക്കാതെ ദൈവത്തെ വിശ്വസിച്ച് പോയപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു പിടി ദൈവം അബ്രഹാമിനോട് അടുത്ത് വന്നിട്ട് പറയാ, അബ്രഹാമേ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഭയത്തിൻ്റെ നടുവിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഈ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം പറയുന്നൊരു കാര്യമുണ്ട്. ഭയത്തിന് എന്തുകൊണ്ടെന്നാ പറഞ്ഞ്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തിന് എന്തുകൊണ്ട്? മറിച്ച് പോയോ? ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ചോദിച്ചാൻ വിളിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ഉം. ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അപ്പൊ ഈ ഭയത്തിൽ എന്തോ ഉണ്ട്? ദണ്ഡനം. ദണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താ? ദണ്ഡനം എന്ന് പറഞ്ഞാല് പീഡനം, കഷ്ടത, പീഡത ഉണ്ടെന്നേ. ചിലവരെയൊക്കെ ഈ ഭയം എന്തോ ചെയ്യും? കയറി അങ്ങ് മുറുകെ അങ്ങ് പിടിക്കും. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊരു പേടി. അതുകൊണ്ട് ചിലരെന്തോ ചെയ്യും? വീട്ടിൻ്റെ അകത്ത് കയറിയിരിക്കും. നാളുകളെക്കുറിച്ചുള്ള പേടി. അതുകൊണ്ട് എന്തോ ചെയ്യും? ചുമ്മാതെ പീഡയാ.
ആരാ ഈ പീഡനം തരുന്നത്? പിശാച്. ഭയം. ഭയമാണ്. ഇതിന്റെ ഉടയവനാരാ? ഈ ഭയത്തിന്റെ പ്രൊഡ്യൂസർ ആരാ? പിശാച്. Evil ആ, spirit. കണ്ടോ? അപ്പൊ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് അങ്ങനെ ഒരു ഭയം എന്ന വികാരം നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, അടിക്കടി ഇതെന്തോ എന്നറിയോ? ഈ പീഡ എന്ന് പറയുന്ന അടിക്കടിക്ക വെള്ളം അടിച്ചിട്ട് വന്ന് കെട്ടിയവൻ ഇടിക്കുക എന്ന് പറഞ്ഞു കൂട്ടാ. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ തുടങ്ങും. എന്ത്? പേടി. നമ്മൾ പേടിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇതിനെപ്പറ്റി, ഭയത്തെപ്പറ്റി ഒന്നുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കാര്യം ഇതുവരെ 1 വർഷമായിട്ട് നമ്മൾ 15-ാം അധ്യായം വരെ എത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ദൈവത്തോട് പറയാം, കർത്താവേ, തികഞ്ഞ സ്നേഹം, ആ ദൈവസ്നേഹം എനിക്കങ്ങേ ഒന്ന് സ്നേഹിക്കണോപ്പാ. ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. എനിക്ക് അങ്ങേ കൂടുതൽ യേശുവേ, സ്നേഹിക്കണം. സ്തോത്രം, എൻ്റെ സ്തോത്രം. ജീവിതത്തിൽ ഭയമെന്ന കാര്യം എനിക്ക് വേണ്ട. അങ്ങ് എനിക്ക് തന്നത് സ്നേഹത്തിൻ്റെ ആത്മാവിനെ, ആത്മാവിനെ അങ്ങ് എനിക്ക് സുബോധത്തിന്റെ തന്നത് സുബോധത്തിൻ്റെ ആത്മാവിനെ, അങ്ങ് എനിക്ക് തന്നത് ശക്തിയുടെ ആത്മാവിനെ. ആത്മാവിനെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, കർത്താവേ, എനിക്കിത് പോരാ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയുടെ അടുക്കലേക്ക് ഒരു പടി അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ച, അനുഗ്രഹം ഏറ്റെടുത്ത അബ്രഹാമിനോട് അങ്ങ് പേര് ചൊല്ലി വിളിച്ച് ഭയപ്പെടേണ്ട അബ്രഹാം എന്ന് പറഞ്ഞത്, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട ആൽവിനെ, ഭയപ്പെടേണ്ട ടിമ്മിയെ, ഭയപ്പെടേണ്ട എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിന്നത് രാത്രി ദൈവം വിളിക്കുന്ന ദിവസമായി. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹം തികയട്ടെ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഭയത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഞങ്ങളുടെ സഹായം വരുന്നത്, ഞങ്ങളെ കാക്കുന്നത്, ഞങ്ങളെ കരുതുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നത്, ഞങ്ങളുടെ തലമുറകളെ സഹായിക്കുന്നത്, ഞങ്ങളെ സഹായിക്കുന്നത് അത്യുന്നതനായ ദൈവമാ. ആകാശത്തിനും ഭൂമിക്കും നാഥനായ ആ ദൈവമാ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തും. ഞങ്ങളുടെ സഹായം വരുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്. കർത്താവ്, ഇന്ന് ഈ ദൈവവചനം സംസാരിച്ചാടിയനെ കേട്ട ഓരോരുത്തരുടെയും, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, വിവാഹപ്രായം എത്തിയവരെ, കർത്താവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, കർത്താവ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ, രോഗത്തിലായിരിക്കുന്നവരെ, അങ്ങനെ ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓ അത്യുന്നതനായ ദൈവം, ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ദൈവമാണ് ഞങ്ങളുടെ അത്യുന്നതനായ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ അതുകൊണ്ട് ഭയപ്പെടുന്നില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികളും വാതിലും തുറക്കും. കർത്താവെ, ഭയത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ, ശക്തിയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുക. സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം.
ഇത്രത്തോളം അടിയനെ സഹായിച്ചല്ലോ. ദൈവകൃപ കൂടെ ഇരിക്കണം, സഹായിക്കണം. ദൈവകൃപയിൽ കർത്താവെ നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം. ഇന്ന് രാത്രി അങ്ങ് വരുവാണെങ്കിൽ അങ്ങയുടെ വരവിനോടുപ്പെടുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. അതിനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെയും അങ്ങൊരുക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ആമേൻ. താങ്ക് യു.